ഇല്ലാതെ ഇട്ടിട്ടേ താമസമില്ലാത്തൊരു വീട് കിടപ്പുണ്ട് സുബല പാർക്ക്. നൈനാറിന്റെ കാലത്ത് 1994 പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഇന്നേക്ക് 28 ആ പദ്ധതി പോലും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിയല്ലേ? പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നിങ്ങൾ ഇപ്പൊ തന്നെ പോയി നോക്കി, അവിടെ ലൈറ്റ് ഇല്ല. നിങ്ങൾക്ക് അവിടെ ലൈറ്റ് ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുപ്പക്കാർ നാട്ടിലില്ല, ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഒരു തൊഴിൽ സംരംഭം പത്തനംതിട്ട കൊണ്ട് നിങ്ങൾ അവിടെ കഴിഞ്ഞിട്ടില്ല. നിർത്ത് പത്തനംതിട്ട നഗരമധ്യത്തിൽ കൂടെ ഒഴുകുന്ന തോടുണ്ട്, കൊറ്റം തോട്. എത്രമാത്രം വൃത്തിഹീനമായിട്ട് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അറിയോ? ആരോഗ്യമന്ത്രിയുടെ നാട്ടിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വർദ്ധിച്ചു വരുന്ന പട്ടിശല്യം. എത്ര പേര് കടി കൊണ്ട് ജനറാശുപത്രിയിൽ പോയിട്ട് ആന്റിറാബിറ്റ് വാക്സിൻ എടുത്തിട്ടുണ്ടോ നിങ്ങൾ നോക്കണം. ഇതൊക്കെ നിങ്ങളുടെ വികസനത്തിന്റെ ഫലമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് നിങ്ങൾ ഭരിച്ചതിന്റെ ഫലമാണ്. എന്തെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടോ? 10 പേർക്ക് തൊഴിൽ കിട്ടുന്നത്. എന്തായാലും 2016 വീണ ജോർജ് MLA ആയപ്പോ തൊട്ട് ഈ കൊര തുടങ്ങിയിട്ട് എപ്പോഴും വീണ ജോർജ് തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ഈ പത്തനംതിട്ട ജനങ്ങളാണ് ജയിപ്പിച്ചത്. പ്രതികരിക്കുന്നവരെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുന്നവരെ കുറയ്ക്കുന്നു. ശരിയല്ല. മാപ്പ് പറയണം. ചോദ്യം ചോദിച്ചാലേ കുറയ്ക്കുന്നത് പറഞ്ഞത് അത് ശരിയല്ല. ഒരു കാരണവശാലും പറ്റത്തില്ല. ചോദ്യം ചോദിച്ചാലേ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ശരിയല്ലേ? ആ യുവാവിനെ എന്തിനാണ് നിങ്ങൾ ശരിയല്ലത്? യുവാക്കന്മാരെ മൊത്തം ഞാൻ മറുപടി പറയട്ടെ. എന്നോട് ഞാൻ ചോദിച്ചോട്ടെ. നമ്മുടെ ചർച്ചയിൽ അത് പറ്റത്തില്ല. അല്ല, കൊരയ്ക്കുന്ന ജീവിയുടെ കാര്യം നിങ്ങളുടെ സ്നേഹിത പറഞ്ഞു. കൊരയ്ക്കുന്ന ജീവിയുടെ കാര്യം നിങ്ങളുടെ സ്നേഹിത പറഞ്ഞു. എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങളെ പേടിച്ചത് പോത്തൊന്നുമില്ല. എന്റെ സുഹൃത്തെ പത്തനംതിട്ടയിലെ കുറയ്ക്കുക എന്ന് പറഞ്ഞത് അധിക്ഷേപിച്ചത് നിങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ സംസ്കാരം മാറ്റിവെച്ച് ആ ചെറുപ്പക്കാരോട് ക്ഷമ പറയണം. നമുക്ക് സമയക്കുറവുണ്ട്. ക്ഷമ പറയുന്നത് വളരെ പെട്ടെന്ന്. ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ സംസ്കാരമേ തിരിച്ചു കിട്ടത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞേക്കാം. അല്ല, പ്രത്യേക സംസ്കാരം ഒന്നും കിട്ടത്തില്ല. പിന്നെ ജനാധിപത്യം ഇതാണ് സോഷ്യലിസം. ഞങ്ങളുടെ MLAയും മന്ത്രിയുമായിട്ടുള്ള ആളിനെ ആരോഗ്യമന്ത്രിയുടെ നാട്ടിൽ പട്ടി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പട്ടി നടക്കുന്നതിനെ പറ്റി പറയുമ്പോൾ അതിന് പകരം മറുപടി അതേ ഭാഷയിലേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഭാഷയിലേ പറയത്തുള്ളൂ. അത് ആര് പറഞ്ഞാലും അതേ പറയത്തുള്ളൂ. നിങ്ങളുടെ സംസ്കാരം രണ്ടാമത് ഇങ്ങോട്ട് ചോദിച്ച സംസ്കാരത്തിന് അതേ തിരിച്ചെത്തുള്ളൂ. രണ്ടാമത് പത്തനംതിട്ട സ്റ്റേഡിയം ഞങ്ങളുടെ കയ്യിൽ നഗരസഭ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന് ആ സ്റ്റേഡിയം കിട്ടുകയും നഗരസഭയുടെ ഉടമസ്ഥതയിൽ ആ സ്റ്റേഡിയം വലിയ തോതിൽ വിപുലീകരിക്കുന്നതിന് ബഹുമാന്യായ KK നായർ സാറിന്റെ എല്ലാം പേരിൽ ആ സ്റ്റേഡിയം വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെ നഗരസഭയുടെയും വീണ ജോർജ് MLAയുടെയും LDF ഗവൺമെന്റിന്റെ നേതൃത്വം നടക്കുകയാണ്. തോമസ് ഐസക്കാണ് അതിന് പണവും അനുവദിച്ചിരിക്കുന്നത്. ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ എത്ര അസ്ഥികൂടങ്ങളാണെന്ന് അറിയാം ഈ ജില്ലയിൽ, ഈ മണ്ഡലത്തില്. കോഴഞ്ചേരിയിലെ പാലം, റാന്നിയിലെ പാലം, പടുതോട്ടിലെ പാലം, എത്ര അസ്ഥികൂടം. ഇവിടെ മേൽപ്പാലം, അസ്ഥികൂടങ്ങൾ നിറയാ. ശരി വസന്ത, നമുക്ക്